everyone, it's me Savitha Charles from Pothilens. ക്യാമ്പ്രിക്കിലുള്ള റണ്ണിങ് ഫാബ്രിക്കിന്റെ കളക്ഷൻ ആണ് നമ്മൾ ഇന്ന് കാണുന്നത്. 119 രൂപ പെർ മീറ്ററിൽ 44 ഇഞ്ച് വിഡ്ത്തിലാണ് ഫാബ്രിക് വരുന്നത്. ഇതൊരു സിൽക്കി സ്മൂത്ത് ഫിനിഷ് ആയിട്ടുള്ള ക്യാമ്പ്രിക് കോട്ടൺ ആണ്. ഇതിനകത്ത് നമ്മൾ ഇന്ന് കാണുന്നത് ഒരു സ്ട്രൈപ്പ് പാറ്റേണിലുള്ള ഡിസൈൻ ആണ്. അതിന്റെ ഡിഫറെന്റ് കളേഴ്സ് ആണ് കേട്ടോ. അപ്പൊ ഓരോന്നായിട്ട് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മൾ ഈ അജ്രക് പ്രിന്റ് എന്നൊക്കെ പറയുന്നതിന് സിമിലർ ആയിട്ടുള്ള ഒരു പ്രിന്റ് ആണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. ഈ സ്ട്രൈപ്പിൽ തന്നെ ആയാലും നമുക്ക് അങ്ങനെ ഇഷ്ടപ്പെടുന്ന പോലത്തെ ഒരു ഡിസൈൻ തന്നെയാണ്. ഫസ്റ്റ് വൺ വന്നിരിക്കുന്നത് നേവി ബ്ലൂവും റെഡും കൂടി ആയിട്ടുള്ള ഒരു കോമ്പിനേഷനിലാണ്. ഇത് നമ്മൾ വെയർ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെയായിരിക്കും ഇതിന്റെ ഡിസൈൻ വരുന്നത്, താഴോട്ട് പോകുന്ന പോലെ. ഞാൻ പറഞ്ഞില്ലേ ഈ അജ്രക് സ്റ്റൈൽ ആണെന്ന്. അപ്പൊ നമുക്ക് നോക്കുമ്പോൾ അങ്ങനെ ഒരു ഫീൽ വരുന്ന പോലത്തെ ഒരു ഡിസൈൻ തന്നെയാണ്. 119 ആണ് പ്രൈസ്. 44 ഇഞ്ചാണ് ഇതിന്റെ വിഡ്ത്ത് വരുന്നത്. ക്യാമ്പ്രിക് കോട്ടൺ എന്ന് പറയുന്നത് ഒരു സിൽക്കി സ്മൂത്ത് ഫിനിഷിലുള്ള കോട്ടൺ ആണ്, പ്യുവർ കോട്ടൺ ആണ്. ചിലർക്ക് ഡൗട്ട് ഉണ്ടാകാം, കാരണം ഈ ഇതൊന്ന് പിടിച്ചു നോക്കുമ്പോൾ കൈ കിട്ടി കഴിയുമ്പോൾ അപ്പൊ അങ്ങനെയുള്ളവർക്കും നമ്മൾ ഫസ്റ്റ് വീഡിയോ കാണുന്നവർക്കൊക്കെ ആയിട്ട് പറയുകയാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതിന് ചെറിയൊരു പീസ് കട്ട് ചെയ്തൊന്ന് ബേൺ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. പ്യുവർ കോട്ടൺ ആണെങ്കിൽ ആഷ് പൗഡർ ഫോമിലേ വരുള്ളൂ. നമ്മൾ അങ്ങനത്തെ പ്രൊഡക്റ്റ് അങ്ങനെ തന്നെ പറഞ്ഞാണ് സെല് ചെയ്യുന്നത്. പോളിസ്റ്റർ മിക്സ് ആയിട്ടുള്ളത് പോളിസ്റ്റർ മിക്സ് ആണെന്ന് ഞാൻ പറയാറുണ്ട്. ഇത് പ്യുവർ കോട്ടൺ ആണ്, സിൽക്കി സ്മൂത്ത് ഫിനിഷിലുള്ള കോട്ടൺ ഫാബ്രിക് ആണ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഒരു പിങ്ക് കളറിലാണ്, പിങ്ക് ആൻഡ് ലാവൻഡർ എന്ന് പറയാം, ആ ഒരു കളർ കോഡിലേക്കാണ് ഇത് വരുന്നത്. ഇന്ന് കാണുന്നത് എല്ലാം തന്നെ സ്ട്രൈപ്പ് പാറ്റേണിലുള്ള പ്രിന്റുകളാണ് കേട്ടോ. ഇങ്ങനെയാണ് ഇത് വെയർ ചെയ്ത് കഴിയുമ്പോൾ വരുന്നത്. ഇങ്ങനെ ഈ പ്രിന്റിന്റെ ഇടയിലൂടെ ചെറിയ ഒരു ഫ്ലോറൽ പാറ്റേണിലുള്ള ഡിസൈനും കൂടെ പോകുന്നുണ്ട്. അങ്ങനെ പടർന്ന് കയറുന്നത് പോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. വാങ്ങിച്ചു കഴിഞ്ഞാൽ തന്നെ നല്ല ഭംഗിയുള്ള ഒരു കളർ കോമ്പിനേഷനിലാണ് ഇത് വരുന്നത്. 44 ഇഞ്ച് വിഡ്ത്തിൽ 119 റുപ്പീസ് പെർ മീറ്ററിലാണ് ഫാബ്രിക് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് വൺ നമ്മൾ ആദ്യം കണ്ട ആ ഒരു കളറിന്റെ തന്നെ ആ ഒരു ഡിസൈനിന്റെ തന്നെ വേറെ കളറാണ് കേട്ടോ. ഇതും സ്ട്രൈപ്പ് പാറ്റേണിലുള്ളത് തന്നെയാണ്. ഞാനൊന്ന് വെച്ച് കാണിച്ചു തരാം. ഇങ്ങനെയാണ് ഇത് വെയർ ചെയ്ത് കഴിയുമ്പോൾ വരുന്നത്. ബ്രിക്ക് റെഡിന്റെ ഡാർക്കർ ടോണും ബ്ലൂ ആയിട്ടുള്ള കളറിലാണ്. 119 ആണ്. 44 ഇഞ്ച് വിഡ്ത്തിലാണ് ഫാബ്രിക് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് ഡിസൈൻ എന്ന് പറയുന്നത് ബ്ലാക്കും ബ്ലൂവും റെഡും കൂടി ആയിട്ടുള്ള കോമ്പിനേഷനിലാണ്. ഇത് വരുന്നതും 119 റുപ്പീസ് പെർ മീറ്ററിലാണ് കേട്ടോ. ഇതേ വെയർ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെയാണ്. നമുക്ക് അജ്രക് സ്റ്റൈലിലുള്ള കുർത്തിയൊക്കെ ചെയ്ത് വെയർ ചെയ്യാവുന്നതാണ്. ലൈനിങ്ങിന്റെ ആവശ്യം വരുന്നില്ല. സിൽക്കി സ്മൂത്ത് ഫിനിഷിലാണ് ഫാബ്രിക് വന്നിരിക്കുന്നത്. ലാസ്റ്റ് വൺ ഇതേ പാറ്റേണിൽ തന്നെയാണ്, ലാവൻഡറും പീച്ചും കൂടി ആയിട്ടുള്ള ഒരു കോമ്പിനേഷനിലാണ് ഇത് വരുന്നത്. അതിനകത്ത് തന്നെ വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു പൗഡർ ബ്ലൂ എന്നൊക്കെ പറയുന്ന കളറിലോട്ട് മാച്ച് ചെയ്യാവുന്ന ഒരു ബ്ലൂ കളറും കൂടി ഇതിനകത്ത് കയറിയിട്ടുണ്ട്. ഇത് എങ്ങനെയായിരിക്കും ഈ ഒരു ഡിസൈൻ നമ്മൾ വെയർ ചെയ്ത് കഴിയുമ്പോൾ വരുന്നത്. നമ്മൾ ഇന്ന് കണ്ടത് പ്യുവർ കോട്ടണിൽ ക്യാമ്പ്രിക് കോട്ടണിൽ വന്നിരുന്ന റണ്ണിങ് ഫാബ്രിക്കിന്റെ കളക്ഷൻ ആണ്. 119 റുപ്പീസ് പെർ മീറ്ററിൽ 44 ഇഞ്ച് വിഡ്ത്തിലാണ് ഫാബ്രിക് വന്നിരിക്കുന്നത്. ഇതിലേതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതിന്റെ സ്ക്രീൻഷോട്ട് ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്താൽ മതി. സ്റ്റിച്ചിങ് അവൈലബിൾ ആണ്. 8891060225 കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്തും നമ്മൾ കൊറിയർ ചെയ്ത് തരുന്നതായിരിക്കും. പ്യുവർ കോട്ടൺ ആണ്. ഫസ്റ്റ് വാഷിന് കളർ ഗാർഡ് മസ്റ്റ് ആയിട്ട് ഇന്ന് യൂസ് ചെയ്യണേ. അതുപോലെ തന്നെ നമ്മൾ ചില കളേഴ്സ്, എനിക്ക് തോന്നി പർപ്പിൾ ഒക്കെ വരുമ്പോൾ വീഡിയോഗ്രാഫിയിൽ കുറച്ച് ചേഞ്ച് വരുന്നുണ്ട്. അപ്പൊ കുറച്ചൊരു വേരിയേഷൻ മനസ്സിൽ കണ്ടിട്ട് വേണം ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാനായിട്ട്. ഷോപ്പിൽ ഒന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ പ്രശ്നം വരുന്നില്ല. കൈ കിട്ടി കഴിയുമ്പോൾ ഞങ്ങൾ വിചാരിച്ച കളർ ഇതല്ലായിരുന്നു എന്ന് പറയാതിരിക്കാനൊക്കെയാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നത്. ഞങ്ങളുടെ കളക്ഷൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കൂടുതൽ അപ്ഡേറ്റ്സിനായിട്ട് പേജ് ഫോളോ ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.